അവർ ചെയ്തത് അല്ലാഹുവിനെ നിഷേധിക്കലാണ്, ജിബ്രീലിനെ നിഷേധിക്കലാണ്, റസൂലുള്ളാഹിനെ നിഷേധിക്കലാണ്. നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, നിങ്ങളിടുന്നവർ ലാലിമുകളാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് സീർ ബാധിച്ചു എന്നുള്ള ഹദീസ് സത്യപ്പെടുത്ത ബുഖാരി ആരാ? ലാലിമ്. ആലോചിക്കണം, മടവൂരികളുമായി ബന്ധം പുലർത്തുന്നവർ പോലും അവരുടെ ഈമാനിന് പുഴുക്കുത്തുണ്ട് എന്ന് മനസ്സിലായിക്കൂടെ? മടവൂരികളോട് മൃദുല സമീപനം സ്വീകരിക്കുന്ന ഒരുത്തൻ അവൻ ഈമാനിൽ പുഴുക്കുത്തു ചേർന്നവനാണ്. മനസ്സിലായോ? നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു ആയത്തിന്റെ വ്യാഖ്യാനമുണ്ട്. ഏത്? ഖുർത്തുബി ഇമാം പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളായാലും മലക്കുകളായാലും ആരെ വിളിച്ചാലും അത് അതിൽ പെടും, പ്രാർത്ഥനയിൽ പെടുന്നു. പ്രാർത്ഥനയിൽ പെടുന്നുണ്ട്, പ്രകാശമുണ്ട്. അതിന് ഒരു കാര്യം വിവാദത്താകുന്നുണ്ട്, അല്ലാത്തതുണ്ട്. അല്ല, ജിന്നുകളോട് ചോദിച്ചാൽ വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴ് ഇപ്പൊ ഈ മരിച്ചവരോടുള്ള സഹായം തേട്ടം, ഹലോ, നിങ്ങൾ പറഞ്ഞോളൂ. മരിച്ചവരോടുള്ള ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരോടുള്ള ഏത് രീതിയിലുള്ള സഹായതേട്ടവും ശിർക്കാണ്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഈ മരിച്ചവരോടുള്ള സഹായം തേട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരോടുള്ള ഏത് രീതിയിലുള്ള സഹായതേട്ടവും ശിർക്കാണ്. അല്ല, അങ്ങനെയൊന്നുമില്ല. ശിർക്കാകുന്ന തേട്ടമുണ്ട്, ശിർക്കാകാത്ത തേട്ടം. അല്ല, മരിച്ചവരോടുള്ള ഏത് രീതിയിലുള്ള സഹായതേട്ടവും ശിർക്കല്ല. ഇപ്പൊ ഒരു 100 രൂപ കടം വേണമെന്ന് ഒരു കബറിന്റെ അടുത്ത് പോയി പറഞ്ഞാലും ശിർക്ക് തന്നെയാണല്ലോ. അല്ല, അങ്ങനെയൊന്നുമില്ല. ശിർക്കാകുന്ന തേട്ടമുണ്ട്, ശിർക്കാകാത്ത തേട്ടം. വൈദ്യുതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, അനുഭവിച്ചിട്ടുണ്ട്. ഭൗതികോ അഭൗതികോ? ഈ ഭൗതികം എന്നുള്ള മലയാള പദം സത്യത്തിൽ ഞാൻ വിചാരിക്കട്ടോ, ആലിമാകുക എന്ന് വിചാരിക്കരുത്. നമ്മുടെ കേരള നദുവത്തുൽ മുജാഹിദിന്റെ പൂർവ്വ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ പരിമിതി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദൃശ്യത്തിന്റെ പര്യായമായാണ് അവർ അഭൗതികം എന്ന പദം മനസ്സിലാക്കിയത്. അദൃശ്യത്തിന്റെ പര്യായ പദമായി കണ്ടോ? അവിടെ തിരുത്തലട്ടകം വരുന്നത്. കാരണം നേരത്തെ പൂർവ്വകാല മുജാഹിദ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയ, സലഫി പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് ശരിയല്ല. അവിടെ ഞാൻ മലയാളം പഠിച്ച ഡിഗ്രി എടുത്ത് ഞാൻ തിരുത്തിത്തരാം, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവർ പറയുന്നതോ ഞങ്ങൾ മുമ്പേയുള്ള തൗഹീദ് തന്നെയാ, KM മൗലവിയുടെ തൗഹീദ് തന്നെയാ, കുഞ്ഞീദ് മൗലവിയുടെ തൗഹീദ് തന്നെയാ, ഉമർ മൗലവിയുടെ തൗഹീദ് തന്നെയാ എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രസംഗിക്കുകയും കൈകാര്യം ചെയ്യേണ്ടത് വെച്ചിട്ട് മൂപ്പര് ആക്ഷൻ കാണിക്കുന്നു. കേട്ടോ, കണ്ടോ? ഓനെ കൈകാര്യം ചെയ്യേണ്ടത് ശരിക്കും ന്യായമുള്ളത്. ഇവൻ ആരടാ? തച്ചോളി അമ്പുവോ അതോ തച്ചോളി ഒതേനോ? ഒരു കൈയിൽ വാളും മറുകയിൽ പരിചയട്ടവും വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ കൈകാര്യം ചെയ്യണ്ടടാ. പൂതി ഉണ്ടല്ലേ? തോന്നുന്നുണ്ടല്ലേ എന്ന് കൈകാര്യം ചെയ്താൽ കൊള്ളാന്ന്? നിങ്ങൾ എന്താ ഞങ്ങളെ പറ്റി? അങ്ങനെ ഒരു ആയത്തന്നെ തുടങ്ങുന്ന ആയത്തില്ല. വലു അന്നഹുന്ന് തുടങ്ങുന്ന ആയത്തില്ല എന്നാണ് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ആയത്തില്ല. സത്യ വലു അന്നഹുന്ന് തുടങ്ങുന്ന ഒരായത്തില്ല. കണ്ടോ? 4 ആയത്തുണ്ട് ഖുർആനില്. ഒരായത്തല്ല 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ. ഞാൻ എല്ലാരോടും പറയുന്നത്, പടച്ചോൻ തൗഫീഖ് ചെയ്ത പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനം വെച്ച് നീട്ടി ഓടി മലേഷ്യയിൽ പോയി ഒളിക്കുകയാണ്. കാരണം നരകായിരിക്കും ചിലപ്പോ ഇതിന്റെ പേരിൽ. നരകായിരിക്കും. മുജാഹിദിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയാൽ കിട്ടുന്നത് ഏതാ? നരകമായിരിക്കും. എവിടെ എത്തി മുജാഹിദുകൾ? ഞങ്ങൾ പറഞ്ഞതല്ല, മുജാഹിദ് മൗലവിമാര് പറഞ്ഞതാ. പൂർവീക മുസ്ലിമീകളെ കാഫറും മുശ്രിക്കുമാക്കിയ ആളുകൾക്ക് കാലം തിരിച്ചടി നൽകുന്നു. കാഫിറാക്കൽ കലാകാരന്മാർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണിത്. ഈ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദല്ല, അത് സ്വർഗത്തിലേക്കല്ല, അത് നരകത്തിലേക്കാണ് നയിക്കുന്നത്. ഇഞ്ചാതി കളിക്കാനല്ലേ? പിന്നീട് ഇഞ്ചാതി കളിക്കാനല്ലേ? ഈക്വാലിറ്റി കളിക്കാനല്ലേ? ഓടിക്കോടി അറബിക്കടലിലെ കൊട്ടച്ചാട്ടം. അറബിക്കടലിലേക്ക് ഒരൊറ്റച്ചാട്ടം ചാടിക്കോളി. ഇന്നാലും വേണ്ടില്ല പ്രസിഡന്റും സെക്രട്ടറി മുജാഹിദിന്റെ കമ്മിറ്റിയിൽ പെട്ടുപോകരുത്. സെക്രട്ടറി ആകുന്നതിൽ നിന്നെ രക്ഷിക്കണേ റബ്ബേ. ആമീൻ. നമ്മൾ ദ്വാരക്കും ചെയ്യാം. ആ ദ്വാരക്ക് ആമീൻ കൊടുക്കുക. മുജാഹിദുകളുടെ ദുരന്തമാണ് ഈ കേൾക്കുന്നത്. ഈ പ്രസ്ഥാനം എവിടെ എത്തിയത് നിങ്ങൾ ചിന്തിക്കണം. ഇതാ ഞങ്ങൾ പറയുന്നത്. അറിയാത്തവരെ, ഹജ്ജിത്തമ്മൂത്തവരെ, ഏത് പരലോകമാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഏത് പരലോകമാണ്? ഇതാ അനസ്. ഈ അനസിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇവന്റെ പ്രസംഗ സദസ്സിലിരിക്കുന്നത് പോലും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കയ്യിലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇവനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. KNMന്റെ നേതാക്കന്മാര് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ കട്ടപ്പുകയാണ്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച നേതാക്കന്മാരാണ് ഇപ്പൊ KNMന്റെ നേതാക്കന്മാർ.
വിളിക്കപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ കുഫർ ചെയ്യാത്ത ആളാണെങ്കിൽ വിളിച്ചവൻ കാഫറായി മാറുന്നതാണ്. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുജാഹിദ് പാലശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നെ ഇല്ല. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. ആര് ചേകന്നൂരിയായോ ഓൻ കാഫറാണെന്ന് അഭിപ്രായം ഭിന്നതുണ്ടോ? റസൂലുള്ള പറഞ്ഞ പള്ളിയുടെ അരി ആദ്യം നിഷേധിച്ച ആൾ ചേകന്നൂരാണ്, രണ്ടാമത് നിഷേധിച്ച അബ്ദുസലാം സുല്ലമി. ഈച്ചയുടെ ഒരു ചിറകിൽ ഔഷധവും ഒരു ചിറകിൽ വിഷവും ഉണ്ടെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ്. ആദ്യം നിഷേധിച്ച ആൾ കേരളത്തിൽ ചേകന്നൂരാണ്, രണ്ടാമത് നിഷേധിച്ച അബ്ദുസലാം സുല്ലമി. വീട്ടില്ല നിങ്ങൾ കോക്കിൽ ജീവനുള്ള കാലത്തോളം സമസ്ത എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവിനെ വീട്ടില്ല ഞങ്ങൾ. ഈ കേരളത്തിൽ ജൂതന്മാരൊന്നും ലോകാടിസ്ഥാനത്തിലവരാ. ഇവിട്ട ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളാണ്. RSS, BJP, ബജറംഗ് ശിവസേന ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം.